അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർമാനാണ്. ഞാൻ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഡാമിനടുത്ത് വിലങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. നമ്മുടെ കൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം 2 വർഷത്തോളമായി അതായത് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുകയാണ്. നമ്മുടെ വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്ത വാർത്ത അദ്ദേഹം കേട്ടുവിട്ട് വളരെ സങ്കടത്തോടെയാണ് അദ്ദേഹം വീട്ടിലിരിക്കുന്നത്. വാടക വീട്ടിലാണ് ജീവിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട്, കാരണം ചൂരൽമലയിലുള്ള കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെന്നും സ്ഥലം കൊടുക്കുന്നുണ്ടെന്നൊക്കെയുള്ള വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം പ്രമോദനെ വിളിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ 1,60,60,000 രൂപ ഉണ്ട്, ആ കാശ് മാനുക്കാൻ്റെ അക്കൗണ്ട് നമ്പർ ഇട്ടുതരണം, അത് നിങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ചൂരൽമലയുണ്ടായ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിലേക്ക് എടുക്കണമെന്നും അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അക്കൗണ്ട് നമ്പർ അയച്ചിരുന്നെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം വീഡിയോയിൽ ഫോൺ വിളിച്ച് പറഞ്ഞത്. കൃഷ്ണേട്ടാ, ഞങ്ങൾ അയച്ചു തരാം, ഞങ്ങൾ നിങ്ങളെ അടുത്ത് വരാം, അതൊന്നും പ്രശ്നം, ഞങ്ങൾ എൻ്റെ അടുത്ത് വരണ്ട, നിങ്ങൾ ആ പാവങ്ങൾക്ക് വീട് വെക്കണില്ല, എൻ്റെ ഈ കാശ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ വീണ്ടും പറയുന്നു. ഞാൻ പ്രമോട്ടറോട് പറഞ്ഞു നമുക്ക് നേരിട്ട് അദ്ദേഹത്തെ കാണണം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തോട് സന്ദർശിച്ചിട്ട് ബാക്കി കാര്യം. അദ്ദേഹം ഈ 1,60,60,000 രൂപ സ്വരൂപിച്ചുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ താലിമാലയും അല്ലറ ചില്ലറ സ്വർണ്ണങ്ങളും ഒക്കെ വിറ്റുകൊണ്ടാണ് 1,60,60,000 രൂപ നമ്മുടെ വയനാട് ചുരമലയിലുള്ള ആ പാവപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിലേക്ക് സഹായിക്കുക എന്നുള്ള മനസ്സ് കാണിച്ചത്. 86 വയസ്സുള്ള പൊന്നമ്മച്ചിനോടെയും ചോദിച്ചു, അമ്മച്ചിക്ക് സന്തോഷമാണോ, തൃപ്തിയാണോ ഈ പൈസ നമ്മുടെ ചുരൽമലയിലുള്ള കുടുംബത്തിലേക്ക് കൊടുക്കുന്നത്? നിങ്ങൾ വാടക വീട്ടിലൊക്കെ അല്ലേ? പൊന്നമ്മച്ചി അമ്മച്ചിക്ക് തൃപ്തിയല്ലേ? അപ്പോൾ അമ്മച്ചിനോട് പറഞ്ഞ വാക്ക് 100 വട്ടം പൊരുത്താണെന്നാണ്. ഈ മനസ്സും നമ്മൾ കാണാം. കാരണം നമ്മുടെ നാട്ടിൽ എത്രയോ സമ്പന്നരുണ്ട്, അവരൊക്കെ സുഖമായിട്ടുള്ള ജീവിതം ആസ്വദിക്കുന്നത്. പക്ഷെ ഇവിടെ കൃഷ്ണേട്ടന് അന്നാന്ന് ജീവിക്കാൻ മാർഗമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ മിൽമിയിൽ 10,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുക, 6,000 രൂപ വാടക കോട്ടേഴ്സിന് കൊടുക്കണം. ആ മനുഷ്യനാണ് 1,60,60,000 രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ താലിമാലയും കാര്യങ്ങളും വിറ്റുകൊണ്ട് നമ്മുടെ ചുരൽമലയിലുള്ള വയനാട്ടിലുള്ള ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചത്. സമ്പന്നരായ ആളുകളോട് ആകെയുള്ള അഭ്യർത്ഥന, നിങ്ങളും ഈ കൃഷ്ണന് അനിയനാണ്, 46 വയസ്സായിട്ടുള്ളൂ, ഈ അനിയൻകുട്ടി, എല്ലാവരും മരിച്ചു പോകും. പക്ഷേ ഇങ്ങനൊരു മനസ്സ് കിട്ടാൻ നിങ്ങൾ ദൈവ പടച്ചുമ്പനോട് പ്രാർത്ഥിച്ചോളി. കാരണം സമ്പാദിച്ചു കൂട്ടുമ്പോൾ നമ്മളതൊക്കെ ഒന്നുമല്ലാതെ ഇവിടെ ഒഴിവാക്കി പോകുന്ന ദിവസം ഏത് സെക്കൻഡിലും നമ്മളെ തേടി വരും. ഇപ്പം നമ്മുടെ ചൂരൽമലയിലുള്ള കുടുംബങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ സുഖമായിട്ട് കിടന്നുറങ്ങിയതാണ്. രാത്രി എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാത്തൊരവസ്ഥയിലേക്കാണ് അവരെ നമ്മളെ മുന്നിൽ കാണിച്ചത്. ദൈവം എന്തിനറിയോ? പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എൻ്റെ പദവി കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. കൊറോണ, ലിപ്പോ, പ്രളയം, ഇങ്ങനെ പലതും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആകെ അഭ്യർത്ഥനയുള്ളത്, നമ്മുടെ കൃഷ്ണേട്ടൻ്റെ ഈ പുണ്യപ്രവർത്തികളൊക്കെ പ്രാർത്ഥിക്കണം. കൃഷ്ണേട്ടൻ്റെ വാക്ക് തന്നെ എന്നോട് പറഞ്ഞു, കൃഷ്ണേട്ടാ എങ്ങനെ ഇത് കൊടുക്കാൻ കാരണം, ഇങ്ങനെ മനസ്സ് വരാൻ കാരണം? ജീവിതം പാവപ്പെട്ടവർക്ക് നമ്മൾ സഹായിക്കുന്നു, വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നു. അതുപോലെ 2019 പ്രളയം ഉണ്ടായ സമയത്ത്, 2019 ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അക്കടെ തിങ്കളാഴ്ച പുലർച്ചെ ഈ സംഭവം നടന്നിട്ട് ചൊവ്വാഴ്ച ആ വീഡിയോ കണ്ട വഴിക്കുന്ന ഞാൻ വേറെ ചിന്തിച്ചു ഇക്കനെ വിളിച്ച് എൻ്റെ കയ്യിലുള്ളത് അത് ഇക്കനെ ഏൽപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ ഇക്കനെ ഏൽപ്പിക്കും. ഏതായാലും കേട്ടല്ലോ നിങ്ങൾ ഈ മനസ്സ്. എന്താ അമ്മച്ചി പറഞ്ഞു? ദൈവത്തിൻ്റെ കയ്യിൽ കിടക്കണ മുതലാണ് അതിന് എൻ്റെ മുതല എൻ്റെ സ്വത്ത് എവിടെ പോയി? ദൈവത്തിൻ്റെ കയ്യിൽ കിടക്കുന്ന സ്വത്താ, ദൈവത്തിൻ്റെ സ്വത്താ. എൻ്റെതെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി എന്നെല്ലാം എന്നാണ് ചോദ്യം, അല്ലേ? ആ അമ്മൻ്റെ വാക്കൊക്കെ സമ്പന്നരായ നിങ്ങൾ ഓർക്കുക. ഇവിടെ കൃഷ്ണേട്ടൻ്റെ ഈ സമ്പത്ത് 1,60,60,000 രൂപ ഞങ്ങൾ കൊണ്ടുപോകണില്ല, അത് ഞങ്ങൾ കൃഷ്ണേട്ടനെ തിരിച്ചു കൊടുക്കുകയാണ്. പക്ഷേ കൃഷ്ണേട്ടൻ്റെ 1,60,60,000 അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഞങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ നിർമ്മിക്കുന്ന വീടിൽ, കാരണം ഒരുപാട് 10,000, 5,000, 500 വരെ തന്ന ഉമ്മയൊക്കെ ഉണ്ട്, അതെല്ലാം കാശ് കൂട്ടിയിട്ട് ഞങ്ങളൊരു വീട് നിർമ്മിക്കുന്നുണ്ട്. അതിൽ ആ 1,60,60,000 രൂപ ഞാൻ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തുകൊണ്ട് ഞങ്ങളെ കൃഷ്ണേട്ടൻ്റെ ആഗ്രഹം സാധിപ്പിക്കും. കാരണം കൃഷ്ണേട്ടൻ്റെ മനസ്സ്
അത് ഞങ്ങളിവിടെ വീട്ടിൽ വരാൻ അദ്ദേഹം ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. അദ്ദേഹം നമ്മോട് പറഞ്ഞു നിങ്ങൾ അക്കൗണ്ട് നമ്പർ തരൂ, അതിലേക്ക് ഇട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരണ്ടെന്നുള്ള സന്ദേശമാണ് അദ്ദേഹം തന്നിരുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു നിർബന്ധമാണ് 2 വർഷമായിട്ട് കിടപ്പിലായ ആ വലിയ മനുഷ്യനൊന്ന് കാണാൻ വരുന്നുള്ളത്. അത് സ്വന്തമല്ല, മറ്റൊരു നല്ല ഉദ്ദേശം കൂടെ ഉണ്ട്. നമ്മൾ കിഡ്നി തരാറുള്ള ആളാരാ? ബാലകൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് ബി പോസിറ്റീവ് കിഡ്നി, അതായത് ചെറുപ്രായക്കാരായ 25-30 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് നൽകാനും 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾ നിർമ്മിക്കുന്ന വീടുകളിൽ ഉള്ള സ്ഥലത്ത് പണം കൊടുത്ത് മേടിച്ചു തരാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ബി പോസിറ്റീവ് കിഡ്നി അദ്ദേഹം യുവാക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ്. അതേമാതിരി നമ്മളെ അച്ചായൻ്റെ പേരെന്താ? നമുക്ക് ഫ്ലാറ്റ് തന്നെ ഞങ്ങൾ വയനാടുള്ള മേപ്പാടിയുള്ള ഒരു അച്ചായന്, ആ അച്ചായന് ഇന്നലെ ഞങ്ങൾ മേപ്പാടി ഇന്നലെ രാത്രി 3:30 ഞങ്ങൾ വീട്ടിലെത്തി. കാരണം ഒരുപാട് വീട് വർക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അച്ചായൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങളെ താമസിക്കുന്ന വീട്ടിൽ 2 മണിക്കൂർ കാത്ത്, പിന്നെ ഞങ്ങളെ കാണാനില്ലാതായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ആ മനുഷ്യൻ്റെ സ്നേഹം കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, നിങ്ങളൊക്കെ ഇവിടെ ഓടി വന്നു കണ്ട് എൻ്റെ നാട്ടിൽ എല്ലാ ദുരിതത്തിലും പെട്ട് കുടുംബങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഞാനതിൽ പങ്കാളിയായിരിക്കും, ഞാൻ എന്ത് മനുഷ്യനാണ്. അപ്പോൾ അച്ചായൻ കാണിച്ചെന്ന് മെയിൻ, അതായത് ചൂണ്ട മേപ്പാടി ഹൈവേ റോട്ടിൽ, മെയിൻ വലിയ റോട്ടിൽ 6.25 സെൻറ്റും സ്ട്രക്ചർ വർക്ക് മുഴുവനും തീർത്ത് 3 ബെഡ്റൂമുള്ള ഫ്ലാറ്റ് അടക്കം അദ്ദേഹം ഇന്നലെ കയ്യിൽ തന്നുകൊണ്ട് ആർക്കാ വേണ്ട രജിസ്റ്റർ കൊടുക്കണം. മാനു അതിൽ ഇടപെട്ട് മാനുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എനിക്ക് ഇനി വേറെ ഒരു ഉത്തരവാദിത്തം. മാനു എത്രയും പെട്ടെന്ന്, ഒരു കൃഷിക്കാരനും കൂടിയാണ് അദ്ദേഹം, പക്ഷേ ആ അച്ചായൻ്റെ മനസ്സ് നോക്കാണ്. അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യർ ഇത്തരത്തിലുള്ള പാവപ്പെട്ട കുടുംബങ്ങൾ, അതായത് അവരൊക്കെ സാധാരണക്കാരാണ്, സമ്പന്നരല്ല. ഇപ്പം ഞങ്ങൾക്ക് അവിടെ 20 സെൻറ്റും 30 സെൻറ്റും 40 സെൻറ്റും ഒക്കെ 50 സെൻറ്റൊക്കെ തന്ന് അന്നാന്ന് ജീവിക്കാൻ മാർഗമുള്ള കുടുംബങ്ങൾ, അതായത് വേറെ വലിയ സമ്പന്നരാരും അറിയില്ല. അപ്പം നിങ്ങൾക്കൊക്കെ സമ്പത്ത് പടച്ചവൻ വാരിക്കൂട്ടി തരുമ്പോൾ അതൊക്കെ നമുക്കുള്ളതല്ല എന്ന് ഓർക്കുക. നമ്മുടെ കൃഷ്ണനും പൊന്നമ്മച്ചിയും കാണിച്ച മനസ്സ് നിങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു സ്ഥലത്തും രോഗികളോ കിഡ്നി മാറ്റി വെക്കാനും ക്യാൻസർ രോഗം വന്ന് കീമോ ചെയ്യാനും ഒന്നും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടുമ്പോൾ ഒരു സമയത്ത് ഏത് സെക്കൻഡിലും എവിടെയെങ്കിലും വെച്ച് അത് അവസാനിക്കും. കൃഷ്ണനും ഞാനും അമ്മയും കോടീശ്വരനായ നിങ്ങളും ഒക്കെ ഒരേ യാത്രയാണ്. അവിടെ നമുക്ക് ആർക്കും വ്യത്യാസമില്ല, പ്രത്യേക പരിഗണന ഉണ്ട്. എവിടെ? നമ്മളിപ്പോൾ നമ്മുടെ കൃഷ്ണൻ, നമ്മുടെ അനിയൻകുട്ടി ചെയ്ത പുണ്യപ്രവൃത്തി, അദ്ദേഹം പറഞ്ഞ് അമ്മയും പറഞ്ഞ് മറ്റുള്ളവരെ പ്രാർത്ഥനയാണ് ഞങ്ങൾ ആഗ്രഹം. മറ്റുള്ളവർക്ക് നമ്മളെക്കാട്ടിയും വിഷമത്തിലാണ് അപ്പോൾ അവർ. കാരണം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, അവരൊക്കെ എല്ലാ സ്ഥലം ഭൂമി എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളെക്കാട്ടിയും ദയനീയ അവസ്ഥയിൽ അവരെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടും അനുഭവിക്കുമ്പോൾ അവർക്ക് ഞങ്ങളിലുള്ള സമ്പത്ത് കൊടുക്കണം, അത് നിർബന്ധം. അപ്പം ഞങ്ങൾ അനിയൻകുട്ടിയിൽ ആ കാശ് ഞങ്ങൾ കൊണ്ടായാൽ പടച്ചമ്പുരാൻ ചോദിക്കും. കാരണം ഇത്രയും കഷ്ടപ്പാടുള്ള ഇതിൽ നിങ്ങളെത്തൊക്കെ സമ്പത്തില്ലേ, നിങ്ങൾ പോലുള്ള ഒരുപാട് സമ്പന്നരില്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്തുകൂടാ? അത് കൃഷ്ണനെ എന്തുകൊണ്ട് തിരിച്ചു കൊടുത്തുകൂടാ? അപ്പം ഞങ്ങളത് ആ കടമ ഞങ്ങളിവിടെ നിർവഹിച്ചിട്ടുണ്ട്. എന്തായാലും കൃഷ്ണാട്ടൻ്റെ ഈ മനസ്സ് നമ്മുടെ നാട്ടിലുള്ള സമ്പന്നർക്ക് കിട്ടട്ടെ അല്ലേ? പുസ്തകം ഞങ്ങൾക്ക് പറയണേ. അമ്മേനോട് 2 വാക്കും കുറച്ച്. എന്ത് സ്വത്ത് മുതലുണ്ടായിട്ട് എന്താ കാര്യം? പോകുമ്പോൾ അതും കൊണ്ട് പോയി അവര് കാര്യമായിട്ട് പോയി. ഇതന്നെ സ്വത്ത് മുതൽ സംഭവിച്ച് വയ്ക്കുന്നത്. എൻ്റെ എന്ന് പറഞ്ഞൊക്കെ നോക്കും, എത്ര കോടി സ്വത്തുള്ളവരാണ്. 1 സെൻറ്റ് ഭൂമി ആർക്കെങ്കിലും കൊടുക്കുമോ? കൊടുക്കില്ല. അങ്ങനെ തന്നെ ജീവിതങ്ങളൊക്കെ. വഴി വെള്ളമൊക്കെ കൊടുക്കാതെ ഈ വഴി വെള്ളം എനിക്കുള്ളത് ഈ മനുഷ്യനൊക്കെ മരിച്ചു പോകും. പക്ഷേ കൊടുക്കാണ്ട് എത്ര ആൾക്കാർ ദുഃഖിക്കണം. ആ വഴി അവിടെ ഉണ്ടാവും, പക്ഷെ ഈ പറയപ്പെട്ട കൊടുക്കൂലാന്ന ആള് ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകും അല്ലേ? അവസാനിക്ക്. നമസ്കാരം, ഞാൻ ദിലീപ് മുസ്തഫ. ഞങ്ങൾ എൻ്റെ അനിയൻ നാസർമാനിൻ്റെ കൂടെ ഇവിടെ വന്ന് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വന്നതാണ്. ആ സമയത്താണ് കൃഷ്ണൻ്റെ വിവരങ്ങൾ അറിയുന്നത്. വയനാട്ടിൽ വന്ന ദുരന്തങ്ങൾക്ക് അതിൻ്റെ വേദന സഹിക്കാതെ പാവപ്പെട്ട കൃഷ്ണൻ, അദ്ദേഹത്തിനൊരു വലിയ ആക്സിഡൻ്റായിട്ട് കാലുകളെല്ലാം നാശമായി ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ പോലും ഭാര്യയും അമ്മയെല്ലാം സ്വരൂപിച്ച കാശ് നാസർ മാനുവിനെ ഏൽപ്പിക്കുക, നിങ്ങൾ ഈ പാവങ്ങൾക്ക് ഈ ദുരന്തത്തിലേക്ക് സഹായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്നു കണ്ടപ്പോൾ, കൃഷ്ണൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിൽ അതിലും വേദന. പക്ഷെ ആ കാശ് നാസർ മാനു വാങ്ങുന്നില്ല.
ആ മാനു പറയുന്നു, ഞങ്ങളും അതിൽ സമ്മതിക്കുന്നു. ഞങ്ങൾ കൊടുത്ത് കൃഷ്ണൻ്റെ ആഗ്രഹം ഞങ്ങൾ സാധിക്കും, ആ വീട് നിർമ്മിക്കുന്നതിലേക്ക് ഞങ്ങൾ കാശ് കൊടുക്കും എന്ന് പറഞ്ഞു. ഇത്തരം നല്ല ഒരു ത്യാഗം, ഇത്തരം സഹായം ചെയ്യുന്ന ഈ പാവപ്പെട്ടവൻ, എത്രയോ പണക്കാർ കയ്യിൽ കാശ് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ കൃഷ്ണൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. നമസ്കാരം. അസ്സലാമു അലൈക്കും. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ കൃഷ്ണൻ എന്ന അനിയൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വന്ന് കണ്ടപ്പോൾ കോട്ടേഴ്സിലാണ് അദ്ദേഹം താമസിക്കുന്നത്. മാസത്തിൽ 6,000 രൂപ അദ്ദേഹം വാടക കൊടുത്ത്. അദ്ദേഹം ഒരു സ്വർണ്ണ ജോലിക്കാരനായിരുന്നു. അന്ന് ഒരു വാഹനാപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് ഫുൾ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് ഇനിയും ആ ഓപ്പറേഷത്തിന് ഒരുപാട് പൈസ ആവുമെന്ന് പറഞ്ഞ നേരത്താണ് ഈ ചൂരൽമലയിലും മുണ്ടക്കയത്തൊക്കെ ഈ നമ്മളെ വെള്ളപ്പൊക്ക അപകടത്തിൽ ഒരു രാജ്യം തന്നെ ഒലിച്ചു പോയ ആ രംഗം കണ്ട് മാനുവിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് ആ ടൈമിന് അദ്ദേഹത്തിന് നല്ലൊരു മനസ്സ് തോന്നി. അങ്ങനെയൊക്കെ മനസ്സ് തോന്നിയ അവിടുത്തെ സമ്പന്നരായ ആൾക്കാർ അങ്ങനെ നല്ല മനസ്സ് തോന്നി അവിടെ ഒരു വിഷമങ്ങളുമില്ല. ഇദ്ദേഹത്തിന് ആ മനസ്സ് തോന്നിയാണ്. ഇപ്പം ഞാൻ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കരഞ്ഞുപോയി. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ, അദ്ദേഹത്തിന് നല്ല മനസ്സ് വന്നതിൽ നമ്മളൊക്കെ ജനങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു കാലേറ്റ് വയ്യാത്ത മനുഷ്യന് 1,60,000 രൂപ 65,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പണ്ടം കാലിമാല പോലും വിറ്റിക്കാണ്ടാണ് ആ പൈസ സംഭാവന. അതുകൊണ്ട് ആ പൈസ അദ്ദേഹത്തിൻ്റെ പേരിൽ മാനു അത് ഏറ്റെടുത്ത് ഇരിക്കുന്നു. ആ പൈസ ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിന് സ്വീകരിക്കണില്ല. അദ്ദേഹം ആ ചെയ്തതിന് എല്ലാവിധ നന്ദിയും അദ്ദേഹത്തിൻ്റെ രോഗം തന്നെ അതുമാതിരി ദൈവം അനുഗ്രഹിച്ചിട്ട് മാറ്റി കൊടുക്കട്ടെ. നല്ല രീതിയിൽ നമ്മളെ നടക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് കൊടുക്കട്ടെ. ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോഴും അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. പണം ഞാൻ പറഞ്ഞതാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിനെ കാണാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് മാതൃകാവും നമ്മളൊക്കെ. എന്താ അമ്മച്ചിക്ക് ഇനി പറയാനുള്ളത്? പറയാം പറയാനുള്ളത് എല്ലാം പുറത്തൊക്കെ പോയി. ഇനി എന്താ നമ്മൾ വെറുതെ പറയും. ഏതായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടൊക്കെ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരുപാട് സമ്പന്നരുണ്ട്. നിങ്ങളെ ഒക്കെ വിചാരിച്ചാൽ ഇവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകളും ഒരുപാട് നല്ല സമ്പത്ത് ഉള്ള ആളുകളുണ്ട്. നമ്മുടെ കൃഷ്ണേട്ടന് ഞങ്ങളെ മനസ്സിൽ നിന്ന് വന്ന ഒരു വാക്കാണിത്. അദ്ദേഹം നമ്മളോട് ആ കാശ് കൊണ്ടുപോകാൻ പല വട്ടം നിർബന്ധിച്ചു. പക്ഷെ ഞങ്ങളത് ഒരിക്കലും കൊണ്ടുപോകില്ല. കാരണം ഇങ്ങനെ ഒരു മനുഷ്യനാണ്, ആ മനസ്സാണ് ഞങ്ങളിന്ന് കണ്ടത്. അപ്പോൾ എന്തായാലും ഒരു വീട് സ്വന്തമായിട്ട് നിർമ്മിച്ചു കൊടുത്ത് ഇവിടെ അതിന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം അദ്ദേഹം അക്കൗണ്ടിൽ ഇട്ടെന്നുണ്ടെങ്കിൽ ഈ നല്ല മനസ്സുള്ള ഈ മനുഷ്യസ്നേഹിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ലായിരുന്നു, നിങ്ങളെ മുന്നിൽ കാണിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അഭ്യർത്ഥിക്കുക, നമ്മുടെ പീച്ചി ഡാമിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള നല്ലവരായ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ കൃഷ്ണനെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഇനി ജോലി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും കഴിയില്ല. കാരണം ഇനിയൊരു ഓപ്പറേഷൻ ഉണ്ട്. വളരെ ദയനീയാവസ്ഥയിലാണ് കാലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാകെ 10,000 രൂപയാണ് ശമ്പളം. അതിൽ നിന്ന് 6,000 രൂപ വാടകയും കൊടുക്കണം. പിന്നെ കുട്ടികളൊന്നും അദ്ദേഹത്തിനായിട്ടില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് കണ്ടിട്ട് അദ്ദേഹത്തിനൊക്കെ എന്തെങ്കിലും സൗഭാഗ്യം ചെയ്തു കൊടുക്കണം അപേക്ഷിക്കാണ്. താങ്ക്സ് എല്ലാവരോടും. കൃഷ്ണന്റെ ഭാര്യ വന്നിട്ടുണ്ട്. അതാണ് ഭാര്യ. സുഖല്ലേ? ഇനി കുട്ടീൻ്റെ ഭർത്താവിൻ്റെ നല്ല മനസ്സ്, ദൈവം തന്ന ഏറ്റവും വലിയ നിധിയാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു മഹാനെ തന്നത്. ഈ മഹാനെ എൻ്റെ കുട്ടി പൊന്നുപോലെ നോക്കണം, ഒരു കുറവും വരുത്തില്ല. കാരണം എൻ്റെ കുട്ടി ഇപ്പോൾ മിൽമയിൽ ജോലി ചെയ്തിട്ടാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നത്. അത് മതി, ബാക്കിയെല്ലാം ദൈവം ഉണ്ടാവും. ദൈവത്തിന് ഒരുപാട് സമ്പത്തുണ്ട്. ആ സമ്പത്ത് ദൈവം തരാൻ വിചാരിച്ചാൽ എവിടെയൊക്കെ എത്തിക്കും. കാരണം ഒരുപാട് നല്ല മനുഷ്യർക്ക് മനസ്സുള്ള മനുഷ്യർക്ക് സമ്പത്തുണ്ട്, അത് എത്തും. ഞങ്ങൾ കൃഷ്ണന് എൻ്റെ കുട്ടിക്കൊക്കെ ഈ വയസ്സായ മുത്തശ്ശിക്കൊക്കെ നല്ലൊരു മനസ്സുണ്ട്. അപ്പോൾ ദൈവം ഒരു വഴി തുറക്കട്ടെ. അത് ഞങ്ങളെ മനസ്സിൽ നിന്നൊരു വാക്ക് പറഞ്ഞാണ്. കാരണം നിങ്ങളെ ഈ നല്ല മനസ്സ് ഒന്ന് നിർത്തുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് സമ്മതമല്ലേ ആ കായ് കൊടുക്കണമൊക്കെ 100 ഇടം വരുത്തല്ലേ. അപ്പം ഞങ്ങളതേലും കൊണ്ടുപോകണില്ല. കാരണം അത് ഇവിടെ തന്നെ നിങ്ങളെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. പക്ഷേ അങ്ങനെ ഒരു 1,65,000 രൂപ ഞങ്ങൾ നിർമ്മിക്കുന്ന വീട് പണിയിൽ ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിനോട് അനുബന്ധിച്ച് അതിൽ ചിലവുകൾ കുറച്ചുകൊണ്ട് 3 വീട് നിർമ്മിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ 50,000, 10,000, 2,000, 5,000 ഒക്കെ 500 അടക്കം തന്നെ കുറേ മനുഷ്യരുണ്ട്. അതിലൊരു വീട് നിർമ്മിക്കണം. അതിൽ എത്ര പൈസ വെച്ചാൽ അതിൽ 1-2 വീട് ഞങ്ങൾ ഇടുന്നു. അതിൽ
നമ്മളെ കൃഷ്ണൻ്റെ ഈ 1,65,000 ഞങ്ങളെ പോക്കറ്റിൽ എടുത്തുകൊണ്ട് ആ കർമ്മം ഞങ്ങൾ നിർവഹിക്കും കേട്ടാ അങ്ങനെ ഞങ്ങൾ കേട്ടാ കൃഷ്ണടാ ഒരു ഞങ്ങള് എൻ്റെ അനിയനാണ് ഞങ്ങളെ കേട്ടാ. പൈസ ഒരു ടെൻഷനും വേണ്ട കേട്ടാ. എന്ത് കാര്യം ഉണ്ടെങ്കിലും